ഹായ് ഗൈസ്, കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ കണ്ടത് ഹുസ്വിന് ചെവി കേൾക്കാതെയാകുന്നതും അവൻ മിജിയോട് ഫോൺ എടുക്കണമെന്നും പറഞ്ഞ് പുറത്തേക്ക് നടക്കുന്നതുമാണ്. അവൻ നേരെ ഹോസ്പിറ്റലിലേക്കായിരുന്നു നടന്നത്. അവർ ടെസ്റ്റുകൾ നടത്തി അവന് കേൾവിയുള്ള ആ ഒരു ചെവിയുടെ കേൾവിശക്തി ചില പ്രത്യേക കാരണങ്ങൾ കൊണ്ട് കുറഞ്ഞു വരികയാണെന്ന് പറയുന്നു. അപ്പോൾ ഡോക്ടർ പറയുന്ന ഹിയറിംഗ് മൊത്തമായി പോകുന്നത് വരെ ഇങ്ങനെ ടെസ്റ്റുകളും മരുന്നുകളുമായി മാത്രം നടന്നാൽ മതിയെന്നാണോ? ഇപ്പൊ വേണ്ടത് മനഃശക്തിയാണ്. ഒന്നും പറയാൻ കഴിയില്ല ഈ അവസ്ഥയിൽ. ഏറ്റവും വേഴ്സ് സിറ്റുവേഷന് വേണ്ടിയും തയ്യാറാകണം. ഇടയ്ക്ക് നേരത്തെ പോലെ പൂർണ്ണമായി കേൾക്കാൻ പറ്റാതായി വരാം. അപ്പോൾ വരീഡാവരുത്. അമ്മൂമ്മ തന്ന ഫുഡുമായി ഹുസുവിന്റെ ഫ്ലാറ്റിന് മുന്നിൽ നിന്ന് പാസ്വേഡ് അടിക്കുന്നുണ്ടെങ്കിലും വാതിൽ തുറക്കാത്തത് കൊണ്ട് കൺഫ്യൂസ്ഡായി നിൽക്കുകയായിരുന്നു മിജി. പെട്ടെന്ന് ഹുസു വാതിൽ തുറക്കുന്നു. നീയോ? നീയല്ലേ പറഞ്ഞത് ആരോ മരിച്ചെന്ന് നാളെ ചടങ്ങുകൾ കഴിഞ്ഞ് മടങ്ങുമെന്നും? മിജിയെ ഒഴിവാക്കാനായി അവൻ പറഞ്ഞ കള്ളമായിരുന്നു അത്. സോറി, ഞാൻ കുറച്ച് ടയേർഡാ, നാളെ സംസാരിക്കാം. ഇതെന്താണ് അവന് പറ്റിയതെന്ന് ഓർത്തവൾ തിരികെ നടക്കുന്നു. ചെവിയിലേക്ക് വീണ്ടും തുളഞ്ഞുകയറിയ വേദന കൊണ്ട് പുളയുകയായിരുന്നു ആ വാതിലിനപ്പുറം ഹുസു. ഓഫീസിൽ റെയ്ഡ് നടക്കുകയായിരുന്നു. പത്രത്തിൽ ഒരു പ്രത്യേക കമ്പനിക്ക് ഫേവർ ചെയ്താണ് മിക്ക പ്രോജക്റ്റും ചെയ്യുന്നതെന്ന് തെളിവ് സഹിതം വാർത്ത വന്നിരുന്നു. താങ്ക്സ്. താനില്ലായിരുന്നെങ്കിൽ ആ റിപ്പോർട്ടർ എനിക്ക് പരിചയപ്പെടാൻ കഴിയില്ലായിരുന്നു. താങ്ക്സ് ഒന്നും വേണ്ടെന്നേ. ഇതൊക്കെ എത്രയും പെട്ടെന്ന് കഴിഞ്ഞാൽ എൻ്റെ ബിസിനസ് പാർട്ട്ണർ പെട്ടെന്ന് തിരിച്ചു വരുമല്ലോ. കിം ഇത്രയുമായ സ്ഥിതിക്ക് ഇനി ക്വിറ്റ് ചെയ്ത് പോകണോ എന്ന് ചോദിക്കുന്നു. ഇവിടെ നിന്നുകൊണ്ട് തന്നെ അവർ ശിക്ഷിക്കപ്പെടുന്നത് കണ്ടുവിടെ? അതിന്റെ അർത്ഥമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല കിംഡെ. പിന്നെ താൻ ഇവിടെ തന്നെ വേണം. എല്ലാം എങ്ങനെ പോകുന്നു എന്നുള്ളത് എന്നോട് പറയണം. അവൻ സന്തോഷത്തോടെ അത് സമ്മതിക്കുന്നു. ഹുസു സീനിയർ വക്കീലിനെ കാണാൻ വന്നതായിരുന്നു. അവൻ അയാളോട് മിറെ ഫയൽ ചെയ്ത കേസ് ഏറ്റെടുത്ത് നടത്തണമെന്ന് പറയുന്നു. നീ പറയുന്നത് കേൾക്കാൻ തക്കത് നല്ല ടേംസിലല്ലോ നമ്മൾ. എനിക്കറിയാം താങ്കൾക്ക് എന്നെ ഇഷ്ടമാണെന്ന്. താങ്കളെപ്പോലെ എതിരാളിക്കെതിരെ എന്ത് തന്ത്രവും എടുത്ത് തോൽപ്പിക്കുന്ന ഒരു വക്കീലിനെയാണ് അവൾക്ക് ആവശ്യം. നീ എന്തേ കേസ് ചെയ്യാത്തത്? ചില പേഴ്സണൽ റീസൺസ് ഉണ്ട്. ഹുസു ഉടനെ നേരെ ചെന്നത് അമ്മൂമ്മയുടെ അടുത്തേക്കായിരുന്നു. അവരോട് ഇനി എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ തന്റെ കൊളീഗിനെ വിളിച്ചാൽ മതിയെന്നും പറഞ്ഞ് അവൻ അവർക്ക് അവളുടെ നമ്പർ കൊടുക്കുന്നു. എന്നാ മോനെ നിനക്ക് പറ്റിയേ? അവൻ കാര്യം പറയാൻ ആദ്യമൊന്നും മടിച്ചെങ്കിലും അവരുടെ വെറിയായ മുഖം കണ്ട് കാര്യങ്ങൾ പറയുന്നു. മിജിയോട് ഈ കാര്യം പറയരുതെന്നും അവൻ ഓർമ്മിപ്പിക്കുന്നു. അവൾ ഇപ്പോഴൊന്ന് ജീവിച്ചു തുടങ്ങിയുള്ളൂ. ഞാനായിട്ടിത് നശിപ്പിച്ചാൽ നിന്റെ അഭിപ്രായമല്ലേ ഇത്? അവളുടെ ഇത് അറിയില്ലല്ലോ നിനക്ക്. ഹുസു ഒന്നും മിണ്ടുന്നില്ല. പണ്ട് അമ്മയുടെ ബന്ധുക്കൾ താൻ ഹെൽത്തി അല്ലയെന്നും ഭാരം തലയിൽ വെക്കണ്ടേന്നും പറഞ്ഞത് അവൻ ഓർക്കുന്നു. രാത്രി മിജിയുടെ കൂടി ഒരു ഡേറ്റ് അവനുണ്ടായിരുന്നു. ഈ വഴിക്കൂടി പോയി തിരിഞ്ഞാലാ ഞാൻ പറഞ്ഞ ഫുഡ് സ്പോട്ട്. അവിടേക്ക് പോകാൻ ഒരുപാട് പടികൾ കയറണമെന്ന് മനസ്സിലാക്കിയ അവൾ മറ്റൊരിടത്തേക്ക് പോകാമെന്ന് പറയുന്നു. സാരമില്ല മിജി. അല്ല, അവിടെ കുറിച്ച് നെഗറ്റീവ് റിവ്യൂസ് ഉണ്ടായിരുന്നു. റിസ്ക് എടുക്കണ്ട. ഭക്ഷണം കഴിക്കുന്നതിനിടയിൽ അവൾ അവന്റെ കയ്യിൽ പടമൊക്കെ വരച്ചു കൊടുത്തിട്ട് ഭക്ഷണം കഴിഞ്ഞ് പോകുന്ന കൊട്ടാരത്തെ പറ്റിയൊക്കെ വാതുവരാതെ പറയുന്നു. അവിടുത്തെ ടിക്കറ്റ് കിട്ടാൻ കുറച്ച് പാടാ, പക്ഷെ ഞാനത് ഒപ്പിച്ചു. അവന്റെ മൂഡ് ശരിയല്ല എന്ന് മനസ്സിലാക്കി അവൾ ആ ടിക്കറ്റ് ക്യാൻസൽ ചെയ്യുന്നു. പിന്നൊരു ദിവസം പോകാമെന്നേ. പെട്ടെന്നാണ് ഹോസ് നമുക്ക് പിരിയാമെന്നും മുന്നോട്ട് പോകാൻ താല്പര്യമില്ല എന്നും പറയുന്നത്. നമ്മൾ വളരെ ഡിഫറെന്റാ. ഞാനിത് വിശ്വസിക്കണമെന്നാണോ നീ പറയുന്നേ? ഹോസു അപ്പോൾ സത്യം പറയുന്നു. എല്ലാം ശരിയാകും ഹോസു. ഡോക്ടർ സർ പറഞ്ഞതൊന്നും പറയാനാവില്ല എന്നാ. നിന്റെ കേൾവി അഥവാ പോയാലും ഒരിക്കലും നിന്റെ ജീവിതം അവസാനിക്കില്ല. നമുക്ക് ഒരുമിച്ച് ഇതിനെ നേരിടാം. എൻ്റെ കേൾവി ഇങ്ങനെ പോയാൽ ഇപ്പോഴത്തെ പോലെ ഒരിക്കലും നിന്റെ സംസാരം കേട്ടിരിക്കാൻ എനിക്ക് കഴിയില്ല. ഫോൺ എടുക്കാൻ കഴിയില്ല. പിന്നെ ഇനി ഒരിക്കലും നീ അവസ്ഥയിൽ കാണുന്നത് എനിക്ക് ഇഷ്ടമല്ല. നിനക്ക് ഇതേ സിറ്റുവേഷൻ വന്നതല്ലേ മിജി? നിനക്കല്ലാതെ എൻ്റെ അവസ്ഥ വേറെ ആർക്കും മനസ്സിലാവും. അപ്പോഴാണ് മിജി കാൽ വയ്യാതായ ശേഷം താൻ കടന്നുപോയ നാളുകൾ ഓർക്കുന്നത്. ഒന്നിനോടും താല്പര്യമില്ലാതെ ആരെയും കാണാനോ സംസാരിക്കാനോ താല്പര്യമില്ലാതെ ഇരുന്ന് തന്നെ ഓർത്തപ്പോൾ ഹുസുവിനോട് എന്ത് പറയണമെന്ന് അവൾക്ക് അറിയാതെയാകുന്നു. തിരികെ വന്ന മിജിയോട് മിറെ എന്താണ് ഇത്ര നേരത്തെ വന്നതെന്ന് ചോദിക്കുന്നു. എന്തെങ്കിലും പറ്റിയോ? ഞങ്ങൾ ബ്രേക്കപ്പായി. എനിക്ക് അവരോട് എന്ത് പറയണമെന്ന് അറിയില്ലായിരുന്നു. അവൻ എന്തിനെ പിരിയണമെന്ന് പറഞ്ഞ് എനിക്ക് മനസ്സിലായി. പക്ഷേ എൻ്റെ കൂടെ നിർത്താൻ എന്ത് പറയണമെന്ന് എനിക്കറിയില്ലായിരുന്നു. പൊട്ടിക്കരയുന്നു മിജി. ഹുസുവിനും അവൻ്റെ ഫ്ലാറ്റിൽ ഇതേ അവസ്ഥയായിരുന്നു. പിറ്റേന്ന് മിറ ജോലിക്കിറക്കും മുമ്പ് അവൾക്ക് ആപ്പിളൊക്കെ മുറിച്ചു കൊടുത്തിട്ട് മിജി സോറി പറയുന്നു. എനിക്കറിയാം നിനക്ക് ഓൾറെഡി കുറേ കാര്യങ്ങളുണ്ട് പറയിടാവാൻ. അതിൻ്റെ ഇടയ്ക്കൂടെ എൻ്റെ സങ്കടം കൂടെ. മിറ അന്നായിരുന്നു റിസൈൻ ചെയ്യാൻ തീരുമാനിച്ചത്. കമ്പനി ലോണിലെടുത്ത വീടായതുകൊണ്ട് തന്നെ ആ ഫ്ലാറ്റ് ഒഴിഞ്ഞു കൊടുക്കണമായിരുന്നു. നീ എൻ്റെ കൂടെ നാട്ടിൽ വരുന്നോ? ഞാൻ അമ്മയെ കാണാൻ പോകുന്നുണ്ട്. മിജി അവൾ വരുന്നില്ല എന്നും എന്താണ് ചെയ്യേണ്ടതെന്ന് ആലോചിച്ച് തീരുമാനിക്കാമെന്നും പറയുന്നു. മിറെ പോയി കഴിഞ്ഞ് എന്ത് ചെയ്യണമെന്ന് ആലോചിച്ച് അവൾ അങ്ങനെ നിൽക്കുന്നു. പെട്ടെന്നാണ് കോളിംഗ് ബെൽ അടിച്ചത്. അത് നാട്ടിലെ അവളുടെ ഫ്രണ്ടായിരുന്നു. അത് എക്സ് ആയിരുന്നു. അവനവിടെ മിജിയെ കാണാനാണ് വന്നതെന്ന് പറഞ്ഞതെങ്കിലും ഒരു ലിമിറ്റഡ് എഡിഷൻ ഷൂ വാങ്ങാനായിരുന്നു സത്യത്തിൽ വന്നത്. നിങ്ങൾ സ്വിച്ച് ചെയ്തതിന് മുമ്പ് എന്നോട് പറയണ്ടായിരുന്നോ? ഞാൻ ചുമ്മാ മിറയുടെ ഫ്രണ്ടിൽ കോമാളിയായി. അതൊക്കെ പോട്ടെ, നിന്റെ ബോയ് ഫ്രണ്ട് എവിടെ? ഇത്രയും ഡ്രാമയ്ക്ക് ശേഷമാണെങ്കിൽ നിങ്ങൾ ഒന്നിച്ചല്ലോ, അത് മതി. ഞാൻ അവനെ ഒന്ന് വിളിക്കട്ടെ. മിജി പെട്ടെന്ന് അവൻ്റെ ഫോൺ പിടിച്ചു വാങ്ങുന്നു. എന്ത് കുഴപ്പമുണ്ടെന്ന് മനസ്സിലാക്കിയ അവൻ അവളെയും കൊണ്ട് ഒരു കഫേയിലേക്ക് പോകുന്നു. ഹോസു ആരാന്ന് അവൻ്റെ വിചാരം? അവൻ എന്താ കാരണം പറഞ്ഞേ? നീ ബോറാണെന്നോ? അത് നീ അൺഎംപ്ലോയിഡ് ആണെന്നോ? മിജിയൊന്നും മിണ്ടുന്നില്ല.
അവൾ വിഷമിച്ചിരിക്കുന്നത് അവൻ വീഡിയോ പിടിക്കാൻ ഒരുങ്ങിയതും അവൾ തടയുന്നു. അല്ല, ഇത്തരത്തിലുള്ള മൂമെന്റ്സ് ഒക്കെ വളരെ റെയറാ, അതെടുത്തു വെക്കുന്നത് നല്ലയാ. അവൾ അവനെ നല്ല വഴക്ക് പറയുന്നു. ഹോസു ഇതേ സമയം അവൻ മുമ്പ് വാങ്ങി വെച്ച് കപ്പിൾ റിങ്സിൽ നോക്കിയിരിക്കുകയായിരുന്നു. അന്ന് ആക്സിഡന്റിന്റെ ദിവസം അവസാനമായി അച്ഛൻ പറഞ്ഞ് മുഴുമിപ്പിക്കാൻ കഴിയാത്ത ഒരു വാചകം അവൻ ഓർക്കുന്നു. എന്തെങ്കിലും ഒരു നാൾ നിനക്കത് ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരാളെ വിഷമിപ്പിക്കേണ്ടി വരും മോനെ. സ്നേഹം ജയത്തിൻ്റെയോ പരാജയത്തിൻ്റെയോ പേരിലല്ല നിലനിൽക്കുന്നത്. അത് അപ്പോഴേക്കും ആ വണ്ടി വന്നിടിച്ചിരുന്നു. പതിയെ അവൻ ആ മോതിരത്തിൽ നിന്ന് പിടിവിടുന്നു. ഈ തണുപ്പത്താണ് നിന്റെ ചിക്കനും ബിയറും. ഈ ഹാൻഡരിയുടെ തീരത്ത് ഇപ്പോഴല്ലാതെ എപ്പോഴും ഇങ്ങനെ ഇരുന്ന് കഴിക്കുക. ഇതായി ലെഗ് പീസ് കഴിച്ചിട്ട് എൻ്റെ കൂടെ വാ, നമുക്ക് നാട്ടിലേക്ക് പോകാം. എന്നാൽ മിജി വരുന്നില്ല എന്നും ഇവിടെ നിൽക്കുകയാണെന്ന് പറയുന്നു. ഇവിടെ എവിടെ നിൽക്കാൻ? മിര വീട് ഒഴിയുമല്ലേ, നിനക്കൊരു ജോലി പോലും ഇല്ല. വീണ്ടും കഥ കടച്ചിരുന്നു പോയാൽ ഞങ്ങൾ എന്ത് ചെയ്യും? മിജി ചിരിച്ചുകൊണ്ട് താൻ ഒരിക്കലും അതുപോലെ ഇനി ആവില്ലെന്ന് പറയുന്നു. എൻ്റെ വിചാരം ഞാൻ മാത്രമാണ് കഷ്ടത്തിലെന്നായിരുന്നു. എൻ്റെ അവസ്ഥ കണ്ട് വിഷമിക്കുന്നവരുടെ കാര്യം എനിക്കറിയില്ലായിരുന്നു. നിങ്ങൾ എൻ്റെ ചീത്ത സമയത്ത് കൂടെ നിന്ന പോലെ എനിക്കും ആർക്കെങ്കിലും ആശ്വാസമാകാൻ പറ്റണം. അവനത് കേട്ട് സമാധാനമാകുന്നു. തന്റെ സാധനങ്ങളൊക്കെ എടുത്ത് മിറ ലിഫ്റ്റിൽ കയറുന്നു. അതിനുള്ളിൽ ഡയറക്ടർ ഉണ്ടായിരുന്നു. അയാൾ അവളല്ലേ ഇപ്പോൾ നടക്കുന്ന ഇൻവെസ്റ്റിഗേഷന് പിന്നിലെന്ന് ചോദിക്കുന്നു. നിനക്ക് ഈ ഫീൽഡിൽ വർക്ക് ചെയ്യാൻ പറ്റുമെന്ന് കരുതണ്ട, അതിന് വേണ്ടതെല്ലാം ഞാൻ ചെയ്യും. ഇവിടെ കാണിച്ച പോലെ അവിടെ കാണിക്കില്ല എന്നാണ് ഉറപ്പ്. അതാണല്ലോ തന്റെ ഏറ്റവും വലിയ പേടി. പുച്ഛത്തോട് പറഞ്ഞിട്ട് മിറ ഇറങ്ങി പോകുന്നു. ഡയറക്ടറുടെ വാ അടഞ്ഞു പോകുന്നു. പുറത്തേക്ക് ഇറങ്ങി അവളുടെ പിറകെ ചെന്ന് അവളുടെ കോവർക്ക് താൻ ഇതുവരെ ഒന്നും മിണ്ടാതിരുന്നതിൽ സോറിയെന്നും ഇന്ന് നടക്കുന്ന മീറ്റിംഗിൽ തന്റെ അനുഭവങ്ങൾ താൻ തുറന്നു പറയുമെന്നും പറയുന്നു. പുറത്തേക്ക് ഇറങ്ങി ആ കമ്പനിയിലേക്ക് ഒന്നുകൂടി നോക്കി ആത്മസംതൃപ്തിയോടെ അവൾ നടക്കുന്നു. അച്ഛമ്മയുടെ പുറന്തിടിച്ചു കൊടുക്കുകയായിരുന്നു മിജിയുടെ അമ്മ. കഴിഞ്ഞ ദിവസം വയ്യാണ്ടായി പിച്ചും മെയ്യും പറയുന്നതിനിടയിൽ അച്ഛമ്മ തന്റെ കുഞ്ഞിനെ അടിക്കരുതെന്നൊക്കെ പറഞ്ഞിരുന്നു. അമ്മേ, അച്ഛൻ എന്റെ കുഞ്ഞുനാളിൽ തള്ളിയിരുന്നു. അമ്മമ്മ അതേന്ന് പറയുന്നു. പിന്നെന്തിനാ അമ്മ എന്നോട് കള്ളം പറഞ്ഞേ? അച്ഛൻ്റെ വീട്ടിൽ നിന്നിറങ്ങിയത് എന്നെ അയാൾ ഉപദ്രവിച്ചത് കൊണ്ടാണെന്ന് പറഞ്ഞുകൂടായിരുന്നോ? അമ്മയുടെ ജീവിതം ഞാൻ കാരണം തകർന്നുവെന്ന് കരുതി ഞാൻ എന്തോരം വിഷമിച്ചു. എൻ്റെ പിള്ളേർ എൻ്റെ അമ്മയായിട്ട് പോലും അമ്മയെ അച്ഛമ്മയെ എന്നല്ല വിളിച്ചിരുന്നത്. കരഞ്ഞുപോയ അമ്മയെ അമ്മൂമ്മ ആശ്വസിപ്പിക്കുന്നു. രാവിലെ എന്റെ തള്ളി പൊട്ടിക്കുന്ന ശബ്ദം കേട്ടാണ് ഹോസു ഉണരുന്നത്. അവന്റെ വാതിലിന്റെ ലോക്ക് ആരോ കുത്തി തുറക്കുകയായിരുന്നു. ഇതിനുള്ള താളുണ്ടായിരുന്നോ? ഇതാണ് നിങ്ങളുടെ മോൻ? ഹോസുവിന്റെ അമ്മയായിരുന്നു അത്. അവരകത്തേക്ക് കയറി കട്ടനൊക്കെ നീക്കി മാറ്റി ആ ഫ്ലാറ്റിന്റെ അവസ്ഥ കണ്ടിട്ട് ഹോസുവിനെ നോക്കുന്നു. ഞാൻ വളരെ ബിസിയായിരുന്നു, വൃത്തിയാക്കാനൊന്നും സമയം കിട്ടിയില്ല. അമ്മ തനിക്ക് ഹോസ്പിറ്റലിൽ നിന്ന് കോൾ വന്നിരുന്നുവെന്നും അവരിന്ന് ചെക്കപ്പിന് എത്താഞ്ഞത് കൊണ്ട് അവനെ വിളിച്ചിട്ട് കിട്ടാതായപ്പോഴാണ് തന്നെ വിളിച്ചതെന്നും പറയുന്നു. പ്രശ്നങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറുകയല്ല ഹോസു ചെയ്യേണ്ടത്. താൻ ഒഴിഞ്ഞു മാറിയിട്ടില്ല എന്നും ഹോസ്പിറ്റലിൽ പോയപ്പോൾ അവർക്ക് അധികമൊന്നും ചെയ്യാൻ കഴിയില്ല എന്നാണ് പറഞ്ഞതെന്നും അവൻ പറയുന്നു. എന്റെ കാര്യം ഞാൻ നോക്കിക്കോളാം അമ്മ. അമ്മ അമ്മയുടെ ജീവിതം ജീവിക്കുക. എനിപ്പോലെ ഒരു ഭാരത്തെ ചുമക്കേണ്ട ആവശ്യം ഇനി അമ്മയ്ക്കില്ല. അന്ന് നടന്ന സംഭവങ്ങളെല്ലാം കാരണം അമ്മയ്ക്ക് എന്നോട് വെറുപ്പാണെന്ന് എനിക്കറിയാം. അമ്മ അവനെ തല്ലുന്നു. അവൻ കാരണമാണ് താൻ ഇതും ജീവിച്ചിരിക്കുന്നതെന്നും ആ സമയത്ത് ലോകത്തോട് മൊത്തം തനിക്ക് വെറുപ്പായിരുന്നുവെന്നും അമ്മ പറയുന്നു. നിന്നോട് വെറുപ്പായിരുന്നല്ലേ? ആടാ, എനിക്ക് നിന്നോട് വെറുപ്പായിരുന്നു. നിന്നോട് മാത്രമല്ല, നമ്മളെ തനിച്ചാക്കി പോയതിന് നിന്റെ അച്ഛനോട് എനിക്ക് വെറുപ്പായിരുന്നു. അന്ന് തന്നെ നിന്റെ അമ്മ മരിച്ചതിന് നിന്റെ അമ്മയോട് എനിക്ക് വെറുപ്പായിരുന്നു. വണ്ടി ഇടിപ്പിച്ച ആ ഡ്രൈവറിനോട് എനിക്ക് വെറുപ്പായിരുന്നു. അന്ന് നിങ്ങളോടൊപ്പം ആ വണ്ടിയിൽ വരാഞ്ഞതിന് എന്നോട് തന്നെ എനിക്ക് വെറുപ്പായിരുന്നു. മരണത്തിനും ജീവിതത്തിനും ഇടയിൽ നീ കണ്ണു തുറന്ന് എൻ്റെ അമ്മയെന്ന് വിളിച്ചപ്പോഴാണ് ജീവിക്കാനുള്ള ശക്തി എനിക്ക് കിട്ടിയത്. നമ്മൾ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ആശ്രയിച്ചാണ് മോനെ ജീവിക്കുന്നത്. നിനക്ക് ഹോൾഡ് ഓൺ ചെയ്യാൻ പറ്റുന്ന എല്ലാത്തിനെയും നീ കൂടെ കൂട്ടണം കേട്ടോ. കരഞ്ഞുകൊണ്ട് ഹോസു അമ്മയെ കെട്ടിപ്പിടിക്കുന്നു. നാട്ടിലെത്തിയ മിറെ താൻ ജോലിയിൽ നിന്ന് രാജിവെച്ചുവെന്ന് അമ്മയോട് പറയുന്നു. ജോലി വളരെ ടഫായിരുന്നു. അതാ ഞാനും നിജിയും സ്വിച്ച് ചെയ്തത് തന്നെ. നല്ല കാര്യം. നീ നിനക്ക് തോന്നുന്നത് എന്താണോ അത് ചെയ്യുമോളെ. ആശ്വാസത്തോടെ മിറെ ചിരിക്കുന്നു. ഫാം ഓണറിനെ കാണാനാണ് അവൾ അടുത്തതായി പോയത്. അയാളോട് അവൾ അമേരിക്കയിൽ ജോലി ചെയ്യുക എന്നുള്ളത് തന്റെ സ്വപ്നമാണെങ്കിലും ഇപ്പോൾ താനതിന് റെഡിയല്ല എന്നും ഫാം ഓണർ പോയി കഴിഞ്ഞ് ഫാമിന്റെ കാര്യങ്ങൾ താൻ നോക്കിക്കൊള്ളാമെന്നും പറയുന്നു. അമേരിക്കയിലെ ജോലിയേക്കാളും വലുതാണോ ഈ സ്ട്രോബെറി ഫാം? ഇപ്പോഴെങ്കിലും മനസ്സിന് തോന്നുന്നത് ചെയ്യണമെന്ന് തോന്നുന്നു. അതിന്റെ ഭാവിയെ ഗുണം ചെയ്യില്ലെങ്കിൽ ഫാം ഓണർ എന്തൊക്കെയായാലും അതിന് സമ്മതിക്കുന്നു. അമ്മൂമ്മയ്ക്ക് പോസ്റ്റ് വന്ന കത്തുകൾ വായിച്ചു കൊടുക്കുകയായിരുന്നു മിജി. കത്തുകൾക്കിടയിൽ ഹോസുവിന്റെ പേര് കണ്ടതും അറിയാതെ അവൾ കരഞ്ഞു പോകുന്നു. ഇത് കണ്ട അമ്മൂമ്മ അവളോട് എന്തുകൊണ്ടാണ് ഹോസുവിനോട് സംസാരിക്കാത്തതെന്ന് ചോദിക്കുന്നു. എനിക്കറിയില്ല എന്ത് പറയണമെന്ന്. കാരണം അവൻ്റെ അതേ അവസ്ഥയിലായിരുന്നു ഞാൻ. ഇപ്പോൾ പോലും അതിൽ നിന്ന് ഞാൻ മുക്തിയായിട്ടില്ല. മോളെ, എന്തെങ്കിലും വലിയ കാര്യം ചെയ്യാൻ പറ്റുമെങ്കിൽ മാത്രമേ ഹോസുവിൻ്റെ കൂടെ നിൽക്കാൻ പാടുള്ളൂ എന്നോ? നിനക്കൊന്നും ചെയ്യാൻ പറ്റില്ലെങ്കിൽ പോലും അവൻ്റെ കൂടെ വെറുതെ നിന്നാൽ മതി. നീ നിന്നെ തന്നെ സ്വയം വിശ്വസിക്കുക. മിജിയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകുകയായിരുന്നു. ഹോസ്പിറ്റലിൽ ചെക്കിംഗ് ഒക്കെ കഴിഞ്ഞ് ഹോസുവിനോട് അമ്മ കേൾവി പോകുമെന്നോർത്ത് പേടിയുണ്ടോ എന്ന് ചോദിക്കുന്നു. എനിക്കതല്ല പേടി. കൂടുതലുള്ള ആൾക്കാർക്ക് ഞാനൊരു ഭാരം. അമ്മ അവനൊരു അടി വെച്ച് കൊടുക്കുന്നു. നീ നിന്റെ അച്ഛനെ പോലെ തന്നെയാ. കല്യാണത്തിന് മുന്നേ ഒരു വട്ടം ബ്രേക്കപ്പ് വേണമെന്ന് നിന്റെ അച്ഛൻ എന്നോട് പറഞ്ഞു.
അദ്ദേഹം കാരണം ഞാൻ മിസറബിൾ ആകുമെന്ന് ഭയമാണെന്ന്. അപ്പൊ ഞാൻ പറഞ്ഞ സ്നേഹം ജയത്തിന്റെ പരാജയത്തിന്റെ പേരിലല്ല നിലനിൽക്കുന്നത്, അത് പരാജയപ്പെട്ടാലും ഒരു ടീമായി അവസാനം വരെ ഒരുമിച്ച് നിൽക്കുന്നതിലാണെന്ന്. ഞാൻ ഒരിക്കലും അറിയാൻ പോകുന്നില്ല എന്ന് കരുതിയ അച്ഛന്റെ അവസാന വാക്ക് അമ്മയുടെ വായിൽ നിന്ന് കേട്ടപ്പോൾ ഹുസു അറിയാതെ പുഞ്ചിരിക്കുന്നു. വീട്ടിലെത്തി മുറിക്കുള്ളിൽ കയറി മിജു അതിന്റെ വാതിലടയ്ക്കാൻ ശ്രമിക്കുകയായിരുന്നു. അവൾ സാധാരണ താനുള്ള മുറിയുടെ വാതിൽ അടയ്ക്കാറുണ്ടായിരുന്നില്ല. ഇനി അത് തുറന്ന് പുറത്തേക്ക് വരാൻ കഴിയാതെ ആയാലോ എന്ന് ഭയം കൊണ്ടായിരുന്നു അത്. വാതിൽ തുറന്ന് തന്റെ ഭയത്തെ നേരിടുന്നു അവൾ. കിറങ്ങാനായി കോട്ടും എടുത്ത് വാതിൽ തുറന്നപ്പോൾ ദാ നിൽക്കുന്നു ഹോസു. സത്യത്തിൽ അവൾ അവനെ കാണാനായി ഇറങ്ങിയതായിരുന്നു. അവൻ അവളെ കെട്ടിപ്പിടിച്ചിട്ട് താൻ പറഞ്ഞതെല്ലാം മറക്കാനും തന്റെ കൂടെ എന്നും ഉണ്ടാകണമെന്നും പറയുന്നു. സന്തോഷത്തോടെ അവളും അവനെ കെട്ടിപ്പിടിക്കുന്നു. മിറയിന്ന് റിസൈൻ ചെയ്തു, ഇത് ചേച്ചിക്ക് തന്നതാ. അവൾ ആ ഫോട്ടോയുടെ പിറകിൽ എഴുതിയിരിക്കുന്നത് വായിക്കുന്നു. ചേച്ചി എന്റെ കൂടെ ഫിസിക്കലി ഓഫീസിൽ സപ്പോർട്ടിനില്ലായിരുന്നുവെങ്കിലും സ്പിരിച്വലി ഉണ്ടായിരുന്നു. ബി കൈൻഡ് ടു യുവർ സെൽഫ്. വാതിൽ തുറന്ന് പുറത്തേക്ക് വരുന്ന ചേച്ചിയെ കണ്ട് കിംടയുടെ കണ്ണ് നിറയുന്നു. നിങ്ങൾക്കും ഇതേപോലെ ഡിഫിക്കൽട്ടീസ് ആകുന്ന വാതിലുകൾ തള്ളിത്തുറന്ന് വരാൻ സാധിക്കട്ടെ. അവസാന എപ്പിസോഡുമായി ഉടനെ കാണാം. ടിൽ ദെൻ ദിസ് ഈസ് ലൂണ ടോക്ക് സൈനിങ് ഓഫ്.